വളരെ കാലം മുമ്പ് ഒരു പുരാതന ഇന്ത്യൻ രാജ്യത്തിന്റെ ഗംഭീരമായ അടുക്കളകളിൽ ബഹ്റാം എന്ന പേർഷ്യൻ സഞ്ചാരി രാജകൊട്ടാരത്തിലെത്തി. അദ്ദേഹം ഒരു വിദഗ്ധ പാചകക്കാരനായിരുന്നു. വിദേശ സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും രുചികളുടെയും രഹസ്യങ്ങൾ വഹിച്ചുകൊണ്ട് വളരെ ദൂരം സഞ്ചരിച്ചിരുന്നു. ഒരു വൈകുന്നേരം ശക്തനായ ഇന്ത്യൻ രാജാവായ സുൽത്താൻ സൈൻ ഉൽ ദീൻ ബഹ്റാമിനോട് മറ്റെങ്ങുമില്ലാത്ത ഒരു വിരുന്നൊരുക്കാൻ ആവശ്യപ്പെട്ടു. രാജകീയ അടുക്കള ഇതിനകം സുഗന്ധമുള്ള കറികളും മൃദുവായ അപ്പങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു. പക്ഷേ ബഹ്റാം പുതിയ എന്തെങ്കിലും സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചു. തന്റെ മാതൃരാജ്യത്തിന്റെ സമ്പന്നമായ രുചികളെ മികച്ച ഇന്ത്യൻ ചേരുവകളുമായി സംയോജിപ്പിക്കുന്ന ഒന്ന്. അടുക്കളയിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ ഒരു വലിയ കലം അരി മന്ദഗതിയിലുള്ള തീയിൽ തിളയ്ക്കുന്നത് അയാൾ കണ്ടു. സമീപത്ത് മാരിനേറ്റ് ചെയ്ത മാംസത്തിന്റെ മൃദുവായ കഷ്ണങ്ങൾ കുങ്കുമം, ഗ്രാമ്പു, കറുവപ്പട്ട എന്നിവ ചേർത്ത് വറുക്കുന്നു. ഒരാശയം അദ്ദേഹത്തിന് തോന്നി. എന്തുകൊണ്ട് ഇവ സംയോജിപ്പിക്കരുത്? സുഗന്ധമുള്ള അരിയുമായി സുഗന്ധമുള്ള മാംസം നിരത്തി നെയ്യ്, കുങ്കുമം എന്നിവ ചേർത്ത പാൽ, റോസ് വാട്ടർ എന്നിവ ചേർത്ത് അദ്ദേഹം മസാലകൾ ചേർത്ത മാംസം നിരത്തി. തുടർന്ന് അദ്ദേഹം പാത്രം മാവ് കൊണ്ടടച്ച് കുറഞ്ഞ തീയിൽ വേവിക്കാൻ അനുവദിച്ചു. സുഗന്ധങ്ങൾ കൂടി ചേർന്ന് മാന്ത്രികത സൃഷ്ടിക്കാൻ അനുവദിച്ചു. ഒടുവിൽ പാത്രം തുറന്നപ്പോൾ മുറി മുഴുവൻ ഒരു മയക്കുന്ന സുഗന്ധം നിറഞ്ഞു. സുൽത്താൻ ഒരു കടിയെടുത്തു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നു. എന്താണ് ഈ ദിവ്യ വിഭവം? അദ്ദേഹം ചോദിച്ചു. ബഹ്റാം പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. മഹാരാജാവേ, എന്റെ മാതൃരാജ്യമായ പേർഷ്യയിൽ ഞങ്ങൾ ഇതിനെ ബിരിഞ്ച് എന്ന് വിളിക്കുന്നു, അതായത് അരി. എന്നാൽ ഇന്ന് അത് നിങ്ങളുടെ രാജ്യത്ത് ബിരിയാണിയായി പുനർജനിക്കുന്നു. രാജാക്കന്മാർക്ക് അനുയോജ്യമായൊരു വിഭവം. അന്നു മുതൽ ബിരിയാണി ദേശമെമ്പാടും വ്യാപിച്ചു. പ്രാദേശിക രുചികളായ ഹൈദരാബാദ്, ലക്നൌവി, മലബാർ എന്നിവയുമായി പരിണമിച്ചു. ഇന്ത്യക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഭവങ്ങളിലൊന്ന് സമ്മാനിച്ച സഞ്ചാരിയായ ബഹ്റാമിന്റെ പാരമ്പര്യം വഹിച്ചുകൊണ്ട് അങ്ങനെ ഒരു പേർഷ്യൻ സഞ്ചാരിയുടെ കൈകളിൽ നിന്ന് ഇന്ത്യയിലെ രാജകീയ അടുക്കളയിലേക്ക് ബിരിയാണി വെറുമൊരു വിഭവത്തേക്കാൾ കൂടുതലായി മാറി. അതൊരു പാരമ്പര്യമായി മാറി. പക്ഷേ ചോദ്യമൊന്ന് അവശേഷിക്കുന്നു. ഏത് ബിരിയാണിയാണ് ഏറ്റവും മികച്ചത്? പുകയുന്ന ഹൈദരാബാദിയോ, മൃദുവായ ലക്നവിയോ, അതോ തേങ്ങ ചേർത്ത മലബാറിനോ? പ്രിയപ്പെട്ട ബിരിയാണി ഏതാണെന്ന് താഴെ നിങ്ങൾ കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് ബിരിയാണി ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്തി നിങ്ങൾക്കറിയാവുന്ന എല്ലാ ഭക്ഷണ പ്രേമികളുമായും ഈ കഥ പങ്കിടൂ. ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള കൂടുതൽ ആകർഷകമായ കഥകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അറിയിപ്പുകൾ ഓണാക്കുക. ഓരോ വിഭവവും ഒരു കഥ പറയുന്ന കാലത്തിലൂടെയുള്ള ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരൂ.